നമസ്കാരം, ഞാൻ PK രമേശൻ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമ്മളിന്ന് പറയാൻ പോകുന്നത് 2025 നവംബർ 22-ാം തീയതി ഗ്രഹങ്ങൾ യൂട്യൂബ് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് പേര് ജാതകവും ഭാഗ്യവും ലോട്ടറി യോഗവും പൂജാവമ്പർ ആർക്കൊക്കെ അടിക്കും എന്നൊക്കെയാണ് പറയുന്നത്. നമുക്കത് യഥാർത്ഥത്തിലൊന്ന് പരിശോധിക്കാം. നമ്മൾ നോക്കുക, 2025 നവംബർ 22-ാം തീയതി നമ്മുടെ പൂജാവമ്പർ നറുക്കെടുക്കുന്ന അതേ സമയം ഗ്രഹങ്ങൾ എവിടെയെല്ലാം നിൽക്കുന്നു, ആർക്കൊക്കെ അനുകൂലമായി വരുന്നു എന്ന് പരിശോധിക്കാനാണ് ഇവിടെ ചാർട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇത് കാണുക. അന്നത്തെ ഗ്രഹനില നറുക്കെടുപ്പ് സമയത്ത് മീനത്തിൽ ശനിയും, കർക്കിടകത്തിൽ വ്യാഴവും, ചിങ്ങത്തിൽ നിൽക്കുന്നത് കേതുവാണ്. ശുക്രൻ തുലാത്തിൽ നിൽക്കുന്നു. രവി, ചന്ദ്ര, കുജ, ബുധ മന്തി യോഗം എവിടെ നിൽക്കുന്നു? വൃശ്ചികൻ രാശി. ഇതിൻ്റെ ആർക്കൊക്കെയാണ് ഇതിൻ്റെ ഗുണഫലം കിട്ടുന്നതെന്ന് നമ്മളൊന്ന് നോക്കാൻ പോകുകയാണ്. ഈ നറുക്കെടുപ്പ് നടക്കുന്ന ഈ സമയത്തുള്ള ഗ്രഹസ്ഥിതി അനുസരിച്ച് വരാൻ പോകുന്ന നമ്മുടെ പൂജാ ബമ്പറിൻ്റെ ഭാഗ്യം ആർക്ക് എങ്ങനെ വരും എന്നുള്ളതാണ് നമ്മളിപ്പോൾ പറയുന്നത്. ഏതെല്ലാം ഇതിൽ അവരവരുടെ ജന്മസമയങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. എന്നാലും ഈ ലോട്ടറി അടിക്കാൻ പോകുന്ന വ്യക്തികൾ ഏത് ദശാകാലത്തിലാണെന്ന് കൃത്യമായി ഞാൻ പറയുകയാണ്. ഒന്നെങ്കിൽ കേതുർ ദശയിൽ ജനിച്ചവർ, ഇപ്പോൾ കേതുർ ദശ നടന്നുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ശനി ദശ, അല്ലെങ്കിൽ രാഹു ദശ നടക്കുന്ന വ്യക്തികൾക്കാണ് ഈ ലോട്ടറി യോഗം വരാൻ സാധ്യത 90%. അതായത് മീനശനി, ശനി ഇപ്പോൾ വക്രത്തിലാണ്. ഈ വക്രത്തിലായ ശനി ബലം കൂടുതലാണ്. അപ്പം ഇത് കണ്ടകശനി, ഏഴശനി, ജന്മശനിയായിട്ട് നിൽക്കുന്നു പലർക്കും. ഈ ശനിയാണ്, ഈ രാഹുവും ആണ് കൂടുതൽ ഇതിനെ സ്വാധീനിക്കണം. അതായത് പരധനം, ലോട്ടറി എന്ന് പറഞ്ഞാൽ പരധനം, പല ജനങ്ങളിൽ നിന്ന് പിരിച്ചെടുക്കുന്ന സമ്പത്ത് ഒരാൾക്ക് ദാനമായി കൊടുക്കുന്നതാണ് ലോട്ടറി. അപ്പോൾ അത് ഇന്ന് ആർക്കാണ് ലഭിക്കാൻ പോകുന്നത്? നമ്മൾ 22-ാം തീയതിയിലെ ഗ്രഹസ്ഥിതിയിലാണ്. മീനത്തിൽ ശനിയും, കർക്കിടകത്തിൽ വ്യാഴം, ചിങ്ങത്തിൽ കേതു, തുലാത്തിൽ ശുക്രൻ, വൃശ്ചികത്തിൽ രവി, ചന്ദ്ര, കുജ, ബുധൻ മന്തി യോഗം. ഇതിനൊരു പ്രത്യേകതയുണ്ട്. രാഹു കുംഭത്തിൽ. ഈ മഹാഭാഗ്യത്തിൻ്റെ അധിപനായ ശനി വക്രഗതിയിലാണ്, ശക്തിയുണ്ട്. അദ്ദേഹത്തിൻ്റെ നിൽക്കുന്ന രാശിയിൽ നിങ്ങൾ എണ്ണിക്കൊള്ളാം: 1, 2, 3, 4, 5, 6, 7, 8, 9 ഭാഗ്യസ്ഥാനം. അവിടെയാണ് തിരിച്ച് നമ്മൾ നോക്കുന്നത്. ശനിയുടെ ഭാഗ്യസ്ഥാനത്തേക്കാണ് 9-ാം ഭാഗം ഭാഗ്യസ്ഥാനം. അവിടെയാണ് ഈ നറുക്കെടുപ്പ് നടക്കുന്ന 1 മണിക്കൂർ ഗുളികൻ നിൽക്കുന്നത്. അപ്പോൾ അവിടെ ചതുർഗ്രഹ യോഗവും ചന്ദ്രനും ബുധനും കുജനും ആദിത്യനും മന്തി, ഈ 5 ഗ്രഹങ്ങളാണ് അവിടെ നിൽക്കുന്നത്. ഈ ഗുളികനെ കൊണ്ടാണ് പ്രധാനമായും നമുക്ക് സൗഭാഗ്യങ്ങൾ, ഒരു വ്യക്തിയുടെ ദുഃഖങ്ങളൊക്കെ വരുന്നത്. ഇതാരും ജ്യോതിഷത്തിൽ പറയാറില്ല. നമ്മുടെ പൂർവ്വജന്മ പുണ്യവും പിതൃക്കളുടെ അനുഗ്രഹവുമാണ് ഗുളികൻ എന്ന് പറയുന്നത്. അതിൻ്റെ വിധാതാവ് ശനി തന്നെയാണ് പിതാവ്. നമ്മുടെ കർമ്മഫല ദാതാവാണ് ശനി. ആ ശനി തന്നെയാണ് പുത്രനാണ് സ്വന്തം ദേഹത്തിൽ നിന്ന് വിസർജനം കൊണ്ട് ജനിപ്പിച്ച ഗുളികൻ. അതായത് ഒരുവൻ്റെ ഗുണാനുഭവങ്ങൾ തീരുമാനിക്കാൻ ശനിക്കും ഗുളികനും പ്രധാന ഘടകം തന്നെയാണ്. ഈ ഗുളികൻ നിങ്ങളുടെ പിതൃകർമ്മങ്ങൾ കൊണ്ട്, നിങ്ങളുടെ ദൈനംദിന കർമ്മങ്ങൾ കൊണ്ട് നിങ്ങൾ പുണ്യവാനാണെങ്കിൽ ഈ ഗുളികൻ 9-ാം രാശിയിൽ നിൽക്കുന്ന സൗഭാഗ്യം നിങ്ങൾക്ക് തന്നിരിക്കും. ഇതാണ് ഗുളികൻ. അപ്പോൾ ആ സമയത്ത് ലഗ്നം
വരുന്നത് ധനുലഗ്നമാണ്. ലഗ്നാധിപതി അഷ്ടമത്തിലാണ്, എന്നാൽ ഉച്ചനുമാണ്. സൗഭാഗ്യം അവിടെയാണ് ഇവിടെ രഹസ്യം. ഇവിടെ നിൽക്കുന്ന വ്യാഴം ശുഭഗ്രഹമാണ്. 1, 2 2ലേക്ക് ദൃഷ്ടിയുണ്ട് വ്യാഴത്തിന്, 3, 4ലേക്ക് ദൃഷ്ടിയുണ്ട്, 5ലേക്ക് പൂർണ്ണ ദൃഷ്ടി, 2, 5, 7, 9ലേക്ക് പൂർണ്ണ ദൃഷ്ടിയുള്ളതാണ്. ഇതാണ് പഠിക്കേണ്ടത്. നമ്മൾ 1, 2ലേക്ക് പൂർണ്ണ ദൃഷ്ടിയുണ്ട്, 3, 4, 5ലേക്ക് പൂർണ്ണ ദൃഷ്ടിയുണ്ട്, 6, 7 പൂർണ്ണ ദൃഷ്ടിയുണ്ട്, 8, 9 പൂർണ്ണ ദൃഷ്ടിയുണ്ട്, 10, 11 ഇടവൻ രാശിയിലേക്ക് പൂർണ്ണ ദൃഷ്ടിയുണ്ട്. അപ്പൊ ഈ ലോട്ടറി നമുക്ക് ആർക്ക് ലഭിക്കാം എന്നറിയില്ല. ഇതിലെ നമ്മൾ ആദ്യം എടുക്കുന്നത് യഥാർത്ഥ 1ാം സ്ഥാനക്കാരെ നമ്മൾ അവസാനം പറയുന്നുള്ളൂ. ആദ്യം എടുക്കുന്ന ഇതിൽ ചാൻസ് കൂടുതലുള്ളത് നിങ്ങൾ നോക്കുക. ഇവിടെ നിന്ന് ഒരു ത്രികോണ ഇതാണ്. മനസ്സിലായി? അതുപോലെ തന്നെ ഇതും ഒരു ത്രികോണമാണ്. ഇതിലേക്ക് ആദ്യം ചാൻസ് നമ്മൾ പറയുന്നില്ല. 2ാം ചാൻസ് നമ്മൾ ആദ്യം തൊട്ട് 2ാമത്തെ ചാൻസ് പറയുന്നത് ചിങ്ങൻ രാശിയാണ്. മകം, പൂരം, ഉത്രം ഇവർക്ക് 12ലാണ് വ്യാഴം. എന്നാൽ ആ വ്യാഴത്തിൻ്റെ ഉച്ചനാണ്. പൂർണ്ണദൃഷ്ടി 2ലേക്കുണ്ട്. അവിടെ നിന്നുകൊണ്ട് തന്നെ 1, 2, 3, 4 4ാമിടം ഗൃഹസ്ഥാനം, സൗഭാഗ്യത്തിൻ്റെ സ്ഥാനമാണ് നമ്മുടെ വീട്. അവിടെ നിന്ന് 5 ലഗ്നത്തിലേക്കാണ്. ചിങ്ങൻ രാശിയുടെ ലഗ്നാധിപൻ ഉച്ചത്തിലാണ്. ചിങ്ങൻ രാശിയുടെ 5ാം ഭാവം ധനു ലഗ്നമാണ്. 6ാം ഭാവം ധനുലഗ്നമാണ്. ഈ ധനുലഗ്നത്തിൻ്റെ ഉച്ചത്തിലാണ് ഗ്രഹം നിൽക്കുന്നത്. അവിടുന്ന് 1, 2, 3, 4, 5, 6, 7, 8 1, 2, 3, 4, 5, 6, 7, 8, 9 മൂലത്രികോണത്തിലാണ്. ഈ ത്രികോണ രാശി കൊണ്ട് സംഭവിക്കാൻ പോകുന്നത് 2ാം ചാൻസുകാർ, 3ാം ചാൻസുകാർ. ഈ 3ാം ചാൻസുകാരെയാണ് ഞാൻ ആദ്യം. മകയിരം 3ാം പാദം, മകയിരം 3ാം പാദം, തിരുവാതിര പുണർദം ഇവർക്ക് പൂജാവമ്പറിൻ്റെ ഒരു യോഗ സാന്നിധ്യം ഉണ്ട്. അത് ഉണ്ടെന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ ശനിദശ അനുഭവിക്കുന്നവരോ രാഹുർദശയോ കേതുർദശയോ അനുഭവിക്കുന്നവർക്കായിരിക്കും ഈ ലോട്ടറി യോഗം വരാൻ പോകുന്നത്. അത് 3ാം സ്ഥാനമാണ് എന്ന് പറയുക. അതുപോലെ തന്നെ വീണ്ടും 3ാം സ്ഥാനം വരുന്നത് തിരുവോണം, അവിട്ടം, മകരക്കൂറിൽപ്പെട്ട തിരുവോണം, അവിട്ടം എന്നീ നക്ഷത്രത്തിൽപ്പെട്ടവർ രാഹുർദശയോ ശനിദശയോ കേതുർദശയോ അനുഭവിക്കുന്നവർക്ക് പൂജാപമ്പറിൻ്റെ ഒരു യോഗമുണ്ടാകും. തിരിച്ച് നമ്മൾ 2ാം സ്ഥാനത്തേക്ക് പോവുകയാണ്. മകം, പൂരം, ഉത്രം. ചിങ്ങൻ രാശിയിലെ മകം, പൂരം, ഉത്രം. അതുപോലെ തന്നെ വൃശ്ചികൻ രാശിയിലെ അനിഴം, തൃക്കേട്ട, ധനുലയിലെ മൂലനക്ഷത്രവും പൂജാപമ്പർ അടിക്കാൻ 2ാമത്തെ യോഗക്കാരാണ്. 2ാമത് ഉള്ള ഒരു ചാൻസാണ് അവർക്ക്. 2ാം സ്ഥാനക്കാരാണ്. അവിടെയും ശ്രദ്ധിക്കുക. ഈ നക്ഷത്രവും രാശിയും നിങ്ങളായതുകൊണ്ട് കാര്യമില്ല. ഒന്നെങ്കിൽ രാഹുർദശയായിരിക്കണം നിങ്ങളുടെ അപഹാരകാലം നടക്കുന്നത്, അതല്ല എങ്കിൽ ശനിദശയായിരിക്കണം, അല്ലെ കേതുർദശയായിരിക്കണം. ഈ 3 ദശകളിൽ അനുഭവിക്കുന്നവർക്ക്, അതല്ലെങ്കിൽ ചൊവ്വാദശയായിരിക്കണം, ചൊവ്വാദശയായിരിക്കണം അവർക്ക്. ഇത് ഈ 4 ദശകൾക്കായിരിക്കും ഈ സൗഭാഗ്യം വരുന്നത്. കറക്റ്റായിട്ടും ഈ 4
ദശ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികൾക്കായിരിക്കും സൗഭാഗ്യം വരും. പിന്നെ ഇതിൻ്റെ 1-ാം സ്ഥാനം, അവിടെയാണ് നമ്മുടെ വിശേഷം. മീനക്ഷേത്രത്തിൽ വക്രഗതിയിൽ നിൽക്കുന്ന ശനി. ഈ ശനി സൗമ്യനാണ്, സൽസ്വഭാവിയാണ്, ദോഷങ്ങൾ ചെയ്യില്ല. ഈ നിൽക്കുന്നവരുടെ ഇവിടെ ലഗ്നം, ലഗ്നത്തിൻ്റെ 4-ാം ഇടത്താണ്, ഗൃഹസ്ഥാനത്ത് ആണ് ശനി നിൽക്കുന്നത്. അവിടെ നിന്ന് നോക്കുക, മീനൻ രാശിയിൽ ജനിച്ച പൂരുരുട്ടാതി ഉത്രട്ടാതി രേവതി നമ്പർ 1 ആണ് ഇവർ. 1, 2, 3, 4, 5 ചന്ദ്രലഗ്നം കൊണ്ട് വ്യാഴം ഒരു ജനിച്ച സമയത്ത് ചന്ദ്രൻ ഇവിടെ ആയിരിക്കും, 5-ാം ഭാവത്തിലാണ് പഠിക്കുന്നത്. 6-ാം ഭാവത്തിൽ കേതു സ്ഥിതി ചെയ്യുന്നു. ഈ കേതു 6-ലെ കേതു അവർക്ക് ലഗ്നാൽ 9-ലുമാണ്. ഈ 3, 6, 9 ഭാവങ്ങൾ കേതു സൗഭാഗ്യം ചെയ്യും. അതുപോലെ തന്നെ 10, 11 അവർക്ക് ശുക്രൻ അനുകൂലനാണ്. ചന്ദ്രലഗ്നം കൊണ്ട് 1, 2, 3, 4, 5, 6, 7 അഷ്ടമത്തിലാണ് ശുക്രൻ. അഷ്ടമാധിപൻ അഷ്ടമത്തിൽ നിൽക്കുന്നു. ശുക്രൻ്റെ 2-ാം ദൃഷ്ടി ഇവരിൽ പതിക്കുന്നില്ല. അപ്പോൾ 2 ശുഭഗ്രഹങ്ങളുടെ പൂർണ്ണ ദൃഷ്ടിയാണ് ഇവിടെ പതിക്കുന്നത്. പൂർണ്ണ ദൃഷ്ടി അവിടെ നിന്നുണ്ട്. ഈ ലഗ്നത്തിൻ്റെ 2-ാം ഭാവം മകരൻ രാശി 1, 2, 3, 4, 5, 6, 7 7-ാം ഇടത്ത് പൂർണ്ണദൃഷ്ടിയിൽ വ്യാഴം നോക്കുന്നു. 8, 9 9-ലും വ്യാഴം നോക്കുന്നു. ഈ ലഗ്നത്തിൽ ജനിച്ച് ചൊവ്വ ലഗ്നത്തിൻ്റെ 5-ാം ഭാവത്തിലും 12-ാം ഭാവത്തിലും ചൊവ്വ നിൽക്കുന്നു. ഏതെങ്കിലും പുരുട്ടാതി ഉത്രട്ടാതി രേവതി നക്ഷത്രം എന്നീ ജാതകർ ഉണ്ടെങ്കിൽ ഇവരെ കൃത്യമായി പൂജാപമ്പറിൻ്റെ പിടി, രാഹുർദശ, ചൊവ്വാദശ, ശനിദശ, കേതുദശ എന്നീ 4 ദശാകാലം അനുഭവിക്കുന്ന ഒരുപാട് സങ്കടങ്ങൾ അവർ അനുഭവിക്കുന്നവർക്ക് പൂജാപമ്പറിൻ്റെ യോഗം കറക്റ്റ്. കാരണം ഇവിടെയാണ് മഹാഭാഗ്യം. കാരണം ഇവിടെ മീനൻ രാശിക്കാരുടെ 2-ാം ഇടക്കാരനാണ്, ഭാഗ്യസ്ഥാനത്തായിരിക്കും. ജനിച്ച സമയത്തൊന്നെങ്കിൽ ചൊവ്വ ഇവിടെ ആയിരിക്കണം, അല്ലെങ്കിൽ ഇവിടെ ആയിരിക്കണം. ഇവിടെ ആയിരുന്നാലും ഇവിടെ ആയിരുന്നാലും അവരുടെ ഭാഗ്യസ്ഥാനം 1, 2 ധനസ്ഥാനമാണ്. 3, 4, 5, 6, 7, 8, 9 ഭാഗ്യസ്ഥാനം. ഈ മീനരാശിക്കാരുടെ ലഗ്നം കൂടുതൽ ചിലപ്പോൾ ലഗ്നം വെച്ചില്ല. 1, 2, 3, 4 ശനി, 5, 6, 7 അഷ്ടമത്തിലാണ് വ്യാഴം, ഉച്ചനാണ്, ദോഷം ചെയ്യില്ല. 9 ഭാഗ്യസ്ഥാനം ചിങ്ങൻ രാശി, അവരുടെ ഭാഗ്യാധിപൻ കൂടിയാണ് ആദിത്യൻ. ചിങ്ങൻ രാശിയിൽ സ്ഥിതി ചെയ്യുന്ന കേതു പാപനല്ല. ഇപ്പോൾ വ്യാഴത്തിൻ്റെ ദൃഷ്ടിയുള്ളത് കൊണ്ട് ശുഭനായി ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്നു. അതുകൊണ്ടാണ് പറഞ്ഞത് ശനിദശ, രാഹുർദശ, ചൊവ്വാദശ, ശനിദശ, രാഹുർദശ, കേതുർദശ, ചൊവ്വാദശ ഈ 4 ദശകളോളം ദശാസന്ധി നടക്കുന്നവർക്ക് പൂജാ ബമ്പർ വൻ വിജയത്തോടെ സൗഭാഗ്യം തേടി വരും. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെട്ടു എങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനൽ, ഫേസ്ബുക്ക് ഉണ്ട്. നല്ല നല്ല വീഡിയോകളായിട്ട് ദിവസവും വരുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമസ്കാരം. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത്. എല്ലാവർക്കും നല്ലത്.